ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല മഴയും തണുപ്പാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ തന്നെ തോന്നുന്നില്ല. ചായ കുടി പിന്നെ കുറെ നാളായിട്ട് ഉപേക്ഷിച്ചതുകൊണ്ട് രാവിലെ വെള്ളം കുടിയിലാണ് തുടങ്ങുക. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവാം. രാവിലെ തന്നെ പുട്ടും പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഓപ്പൺ ടെറസിലോട്ട് ഇറങ്ങി. ഇന്ന് എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ഇന്ന് ഞാൻ എന്റെ വർക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ. കാരണം ഇന്ന് ചെയ്യാൻ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ 2-3 ദിവസമായിട്ട് മാറ്റി വെച്ച എന്റെ ഡ്രസ്സുകൾ അലക്കാന്ന് കരുതി. വർക്ക് കുറച്ചുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരു തലവേദന, സമയം കിട്ടത്തില്ല, മൊത്തത്തിൽ പ്രാന്ത് പിടിക്കൂട്ടോ. അങ്ങനെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അലക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ മഴ ചെറുതായിട്ട് ചോർന്ന് വന്നിരിക്കുകയാണ്. ഞാൻ ചുമ്മാ വെറുതെ ചിരിക്കില്ല, വഴി കൂടെ പോകുന്നവര് എന്നെ നോക്കി ചിരിച്ചപ്പോ ഞാനും ചിരിച്ചു കൊടുത്തതാണ്. എന്തോ മഴ അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു. ചെറുതായിട്ട് വീണ്ടും മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞപ്പോ ഓരോന്നായിട്ട് അയലിൽ വിരിച്ചിടാണ് കേട്ടോ. ദാ ഇവനെ മനസ്സിലായോ? താത്താടെ മകനാണ് കേട്ടോ. ഇവൻ ഉണ്ടായതുകൊണ്ട് ഇന്ന് എനിക്ക് കൂട്ടിന് ഒരാളായി. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാ. പിന്നെ നമ്മുടെ വിശന്നിരിക്കുന്ന ഗപ്പിക്കുട്ടന്മാർക്ക് ഫുഡ് ഇട്ട് കൊടുക്കണം. എല്ലാം കഴിഞ്ഞ് അവസാനത്തെ പണി എന്റെ റൂം വൃത്തിയാക്കലാണ്. ആദ്യം തന്നെ ബെഡിൽ കിടന്നിരുന്ന ബെഡ്ഷീറ്റ്സും തുണികളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാം. പിന്നെ പില്ലോയും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൂമിന്റെ ഓവറോൾ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ടേബിൾ ഒന്ന് ഒതുക്കി പെറുക്കിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് റൂം കാണാൻ? അങ്ങനെ ആ പണിക്ക് കഴിഞ്ഞ് നമുക്കൊരു കുളി പാസ്സാക്കാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു സ്കിൻ കെയർ ചെയ്യാം. ഞാനിങ്ങനെ വലിയ രീതിയിൽ സ്കിൻ കെയർ ചെയ്യുന്ന ആളെയല്ല. സൺസ്ക്രീന് അത് മസ്റ്റ് ആണ് കേട്ടോ. അതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതുകൊണ്ട് വീട്ടിൽ നിന്നും യൂസ് ചെയ്യാം. പിന്നെ ബോഡി ഡ്രൈ ആണെങ്കിൽ മാത്രം അല്പം മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. എന്റെ കൂടെ അവനും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു സിനിമയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചു തീർത്തു. ഇനി എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് എഴുതിയെടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ കുറെ നേരം എനിക്ക് എഴുതാനും വർക്ക് തീർക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം അവന് തന്നെ മടുപ്പ് തോന്നി തുടങ്ങി. കാരണം അവൻ ഒറ്റയ്ക്ക് കളിച്ചിട്ട് ആകെ ചടച്ചു കേട്ടോ. അവസാനം ഞാനും അവനും കൂടി എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ചിട്ട് പുറത്തു പോയിരിക്കാന്ന് കരുതി. അപ്പോഴത്തേക്കും നല്ല മഴക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞ് സൊറയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ദേന്ദ്ര ഒരു കൊമ്പൻ അതിലൂടെ പാസ് ചെയ്യുന്നത്. മൂപ്പർ ഇങ്ങോട്ട് റൂട്ട് തിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ റോട്ടിലൂടെ പോരാനായിരിക്കുമെന്ന്. പക്ഷെ എന്നെ പറ്റിച്ചുകൊണ്ട് അത് നേരെ അമ്പലത്തിലോട്ട് തന്നെ പോയി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം.